Saila from Kerala Flash News. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അന്വേഷണം പ്രഖ്യാപിച്ച് 5 മാസത്തിന് ശേഷം രാഷ്ട്രീയവാദം ആളിക്കത്തിയ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. DGP റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറും. മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് MLA PV അൻവർ മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി നിലപാട് പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നും PV അൻവറിന് പ്രവേശനം UDF ആലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കും. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് കുടുംബത്തിന്റെ ഈ തീരുമാനം. ശിരൂർ ഗംഗാവലിപ്പുഴയിലെ തിരച്ചിൽ ലഭിച്ച ക്യാബിനും ടയറുകളും അർജുന്റെ ലോറിയുടേതല്ലെന്ന് സ്ഥിരീകരിച്ചു. കണ്ടെത്തിയത് തന്റെ ലോറിയുടെ ഭാഗങ്ങൾ അല്ലെന്ന് അർജുൻ ഓടിച്ച വാഹനത്തിന്റെ ഉടമ മനാഫും സ്ഥിരീകരിച്ചു. പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്നും തിരച്ചിൽ തുടരുമെന്ന് അറിയിച്ചു. കടയിൽ കയറി അതിക്രമം കാണിച്ചതിന് CPM തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി അറസ്റ്റിൽ. സ്ത്രീകളെയും കുട്ടിയെയും കയ്യേറ്റം ചെയ്തെന്ന പരാതിയിലാണ് ആരനാട് പോലീസ് കേസെടുത്തത്. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംഭവത്തിൽ അനീതി ഉണ്ടായതാണെന്ന് തോന്നുന്നത്. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത്. കേന്ദ്രമന്ത്രി എന്നതിനപ്പുറം ഒരു അച്ഛൻ എന്ന നിലയിൽ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും തൊഴിൽ ചൂഷണം നടത്തുന്ന കമ്പനികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വയനാട്ടിൽ കാലാവസ്ഥ പ്രവചിക്കാൻ പുതിയ റഡാർ സ്ഥാപിക്കുന്നു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ കീഴിലാണ് 150 കിലോമീറ്റർ വരെ പരിധിയിൽ സിഗ്നൽ ലഭിക്കാൻ ശേഷിയുള്ള S-ബാൻഡ് റഡാർ സ്ഥാപിക്കുന്നത്. ആലപ്പുഴയിൽ എംബോക്സ് എന്ന സംശയം. വിദേശത്തു നിന്നും എത്തിയ ഒരാളെ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ കുടുംബം ക്വാറന്റൈനിലാണ്. മലപ്പുറത്ത് നിപ്പ ബാധിച്ച് മരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ള 6 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ഇതുവരെ 74 പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. ഇന്ന് പുതുതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ 2ാം കവാടത്തിനടുത്ത് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. കല്ലൂർ സ്വദേശി ഷംജാദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വയനാട്ടിൽ നവജാത ശിശുവിന് ഭർത്താവും മാതാപിതാക്കളും ചേർന്ന് കൊലപ്പെടുത്തിയ പരാതിയുമായി നേപ്പാൾ സ്വദേശിയായ യുവതി. നേപ്പാൾ സ്വദേശിനിയായ പാർവതിയുടെ പരാതിയിൽ കൽപ്പറ്റ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇതര സംസ്ഥാനക്കാരനായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സോണിയ പെരുമ്പാവൂർ പോലീസിന്റെ പിടിയിലായത്. ആലപ്പുഴ ഹരിപ്പാട് മധ്യവയസ്കൻ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ ദാരുണ സംഭവം ഉണ്ടായത്. ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ വിശ്രമിക്കുകയായിരുന്നു മധ്യവയസ്കനാണ് ജീവനൊടുക്കിയത്. അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു. അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദില്ലിയിലെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 3ാമത്തെ സ്ത്രീയാണ് അതിഷി. ഗോപാൽ റായ്, കൈലാഷ് ഗെഹ്ലോട്ട്, സൗരഭ് ദദ്രാജ്, ഇമ്രാൻ ഹുസൈൻ, മുകേഷ് അഹ്ലാവത് എന്നിവർ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. BJPയും ലഫ്റ്റനന്റ് ഗവർണറും ദില്ലിയുടെ വികസനം തടയുകയാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അതിഷി മർലേന. പുതിയ ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് BJPക്ക് എതിരെയുള്ള രൂക്ഷ വിമർശനം. എന്നാൽ തടസ്സപ്പെട്ട വികസന പ്രവർത്തനങ്ങളെല്ലാം ഉടനടി പുനരാരംഭിക്കുമെന്ന് ദില്ലിയിലെ ജനങ്ങൾ താൻ ഉറപ്പു നൽകുകയാണെന്നും അതിഷി വ്യക്തമാക്കി. യുവതിയെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കർണാടകയിലെ വയ്യാവിക്കാലിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് സംഭവം നടന്നത്. അപ്പാർട്ട്മെന്റിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ അയൽവാസികൾ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. മല്ലേശ്വരത്ത് താമസിച്ചിരുന്ന മഹാലക്ഷ്മി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കോളേജിലെ ശുചിമുറിയിൽ ക്യാമറ വെച്ച് പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന ആരോപണത്തിൽ ഒരു വിദ്യാർത്ഥി അറസ്റ്റിലായി. ബംഗളൂരുവിന് സമീപമുള്ള സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലാണ് സംഭവം. എയർ മാർഷൽ അമർപ്രീത് സിംഗ് ഇന്ത്യൻ വ്യോമസേനാ മേധാവിയായി ചുമതലയേൽക്കും. എയർ ചീഫ് മാർഷൽ VR ചൗധരി സെപ്റ്റംബർ 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് നിലവിൽ വ്യോമസേന ഉപമേധാവിയായി അമർപ്രീത് സിംഗ് വ്യോമസേനാ മേധാവി പദവിയിലേക്ക് എത്തുന്നത്. കാശ്മീർ, ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര തുടങ്ങിയ 4 സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭരണം നഷ്ടമാകുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് ഡോക്ടർ ശശി തരൂർ. 2025-ൽ 75 വയസ്സ് പൂർത്തിയാകുന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനം ഒഴിയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസിനും ഹിസ്ബുല്ലയ്ക്കുമെതിരെ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ഗാസയിലും ബെയ്റൂട്ടിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസയിലെ ഒരു സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 22ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 31ആയി. ഇതിൽ 16 പേർ ഹിസ്ബുല്ല അംഗങ്ങളാണെന്ന് ഹിസ്ബുല്ല നേതാക്കൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്.
ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യക്ക് വിജയ സാധ്യത. 515 റൺസ് വിജയലക്ഷ്യമായി രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച ബംഗ്ലാദേശ് മൂന്നാം ദിനം വെളിച്ചക്കുറവിനെ തുടർന്ന് നേരത്തെ കളി നിർത്തുമ്പോൾ 4-ന് 158 എന്ന നിലയിലാണ്. ചെസ് ഒളിമ്പ്യാഡിന്റെ റോളിംഗ് ട്രോഫി ഇന്ത്യയിൽ നിന്ന് കാണാതായി. ഇന്ത്യയുടെ പക്കലുണ്ടായിരുന്ന കഴിഞ്ഞ തവണ ജേതാക്കളായപ്പോൾ കിട്ടിയ റോളിംഗ് ട്രോഫിയാണ് കാണാതായത്. ഹംഗറിയിലെ ചെസ് ഒളിമ്പ്യാഡിന്റെ സമ്മാനദാന ചടങ്ങിനായി അന്താരാഷ്ട്ര ഫെഡറേഷൻ ട്രോഫി ആവശ്യപ്പെട്ടപ്പോഴാണ് ട്രോഫി കാണാനില്ലെന്നറിഞ്ഞത്. യഥാർത്ഥ ട്രോഫിയുടെ മാതൃകയിൽ മറ്റൊന്നുണ്ടാക്കി അന്താരാഷ്ട്ര ഫെഡറേഷൻ കൈമാറിയാണ് ഇന്ത്യ പ്രശ്നം പരിഹരിച്ചത്. ട്രോഫി കാണാതായ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയെന്ന് ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ അറിയിച്ചു.